അപ്പോൾ ചിലവുകളാണ് നമ്മൾ വീട് പണിയിൽ എപ്പോഴും നമുക്ക് ഒരു മുൻകൂട്ടി കുറച്ച് ചിലവിനെ കുറിച്ച് കുറച്ച് ധാരണ ഉണ്ടാക്കാൻ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നമസ്കാരം. ഇന്ന് ഞങ്ങൾ സംസാരിക്കാൻ വന്നത് എൻ്റെ വീടിൻ്റെ ടൈൽ വർക്കിനെ കുറിച്ചിട്ടാണ്. ഏതൊക്കെ ടൈൽ ഉപയോഗിച്ചു, അതിന് എത്രത്തോളം കോസ്റ്റ് വന്നു, അതായത് ലേബർ കോസ്റ്റ് പ്ലസ് അതിൻ്റെ മെറ്റീരിയൽ കോസ്റ്റ് എത്രത്തോളം വന്നു, ഈ വക കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നിങ്ങൾ സംസാരിക്കാൻ വന്നത്. അപ്പോൾ ആദ്യമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവരോട് പറയുകയാണ്, ഇതെൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട ചാനലാണ്. എൻ്റെ വീട് പണിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ഈ ചാനലുണ്ട്. കുറേ പിന്നെ വീട് പണിയിൽ എങ്ങനെയൊക്കെ ചെലവ് ചുരുക്കാമെന്നതിനെ കുറിച്ചിട്ടൊക്കെ എൻ്റെ ചാനൽ പറയുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്കൊന്ന് ഷെയർ കൊടുക്കുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ വീട് ഒരു മണ്ണിൻ്റെ ഇൻ്റർലോക്ക് കൊണ്ട് വീടാണ്. അപ്പോൾ മണ്ണിൻ്റെ ഇൻ്റർലോക്ക് വീടിനെ കുറിച്ച് അറിയാനും അത് പണിയാനും ആഗ്രഹിക്കുന്നവർ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ കാണണം. കുറേ കാര്യങ്ങൾ അതിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ പറഞ്ഞ പോലെ ഈ ടൈൽ വർക്കിനെ കുറിച്ച് പറയാം. എൻ്റെ വീട് പിന്നെ ഞാൻ മുൻപിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, 2000 അടുത്ത ഏരിയ പിന്നെ സ്ക്വയർ ഫീറ്റുള്ള ഒരു ഏരിയയുള്ള വീടാണ്. അപ്പോൾ ഏകദേശം നമ്മുടെ പോർച്ചും എൻ്റെ ഓപ്പൺ ടെറസ് എല്ലാവരും കൂടി 2000 അടുത്ത് 1860 മൊത്തം നോക്കുകയാണെങ്കിൽ 2000 അടുത്ത് വരും. അപ്പോൾ ഈ ഭാഗങ്ങൾ പിന്നെ ടൈലിടാനും പിന്നെ 4 ബാത്റൂമുകളുണ്ട്. ഇതെല്ലാം ടൈലിടാനും എന്ന ചിലവിനെ കുറിച്ചാണ് പറയാൻ വന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ വീട് പണി നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഈ അറിവുകൾ ഈ ചിലവുകളൊക്കെ നിങ്ങൾക്ക് ഒന്ന് നിങ്ങളെ വീട് പണിയുമായി താരതമ്യം ചെയ്ത് നിങ്ങൾക്കൊന്ന് നിങ്ങളെ വീട് പണിക്ക് എത്രത്തോളം ചിലവ് വരുന്നൊക്കെ താരതമ്യം ചെയ്യാൻ പറ്റും. പക്ഷേ ഞാൻ ഈ പറയുന്ന വീഡിയോ എടുക്കുന്നത് ഈ 2023 ഈ പിന്നെ സെപ്റ്റംബർ മാസത്തിലാണ്. അപ്പോൾ ഈ ഒരു കാലത്ത് ഈ ഒരു സമയത്തെ റേറ്റും കാര്യങ്ങളും വെച്ചിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ മുഴുവൻ കാണുക. മുള്ളു ചിലവിനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ ആദ്യമായിട്ട് ഞാൻ എൻ്റെ വീട്ടിൽ ഏതൊക്കെ ഭാഗങ്ങളിൽ ടൈല് ഇട്ടു എന്നും അത് ഏതൊക്കെ തരം ടൈല് ഉപയോഗിച്ചു എന്നും ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് അതിൻ്റെ ചെലവിലേക്ക് വരാം. ഓക്കെ. അപ്പോൾ ഇതാണ് എൻ്റെ വീട്. ഞാൻ വീട് മൊത്തമായിട്ട് കാണിക്കുന്നില്ല. നമുക്കൊരു ഹോം ടൂർ, ചെറിയൊരു ഹോം ടൂർ ഞാൻ അടുത്ത് തന്നെ കാണിച്ചു തരാം. വീട് മൊത്തമായിട്ട് നമുക്ക് അതിനെക്കുറിച്ച് ഞാൻ പറയാം. അപ്പോൾ ഞാൻ വളരെ ചുരുക്കിയ കാര്യങ്ങൾ പറയാം, നമ്മൾ ടൈലിനെ വർക്കിനെ കുറിച്ച് മാത്രം. അപ്പോൾ നമ്മളിതൊരു പോർച്ചാണ്. ഈ പോർച്ചിൽ നമ്മൾ ടൈലിട്ടിട്ടുണ്ട്. ഇതൊരു ഹെവി ഡ്യൂട്ടി ടൈലാണ്, ഒരു പച്ച ഷെയ്ഡുള്ള ഒരു ടൈലിട്ടുള്ളത്. നമ്മൾ വർക്ക് ഏരിയ നമ്മൾ വർക്ക് എടുക്കുന്നതുകൊണ്ട് കുറേ കാര്യങ്ങൾ ചെയ്യും. ഇവിടെ പരന്നെടുക്കുകയാണ്. നമ്മളുണ്ടാക്കിയൊരു ടേബിളാട്ടോ. ഇതിനെക്കുറിച്ചൊക്കെ ഡൈനിങ് ടേബിളാണ്. ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ ചാനലുണ്ട്, വേണമെങ്കിൽ കാണുക. അപ്പോൾ ഇങ്ങനെ വർക്ക് എടുക്കുന്നതുകൊണ്ട് ഇത് പുറത്തേക്കിട്ടിട്ട് അതിന് മുകളിൽ നമ്മൾ വർക്ക് നടക്കുന്നത്. പിന്നെ നമ്മളിവിടെ ഒരു സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൻ്റെ സ്റ്റെപ്പുകൾ, ഈ സ്റ്റെപ്പ് ഇട്ടത് ഇത് പിന്നെ നമ്മൾ ഫുൾ ബോഡി നാനോ വൈറ്റ് ആണ്. 15 mm തിക്നെസ്സിൽ നാനോ വൈറ്റ് ഡബിൾ ഒട്ടിച്ചാണ്. അപ്പോൾ ഇത് നമ്മൾ ഫുള്ളായിട്ട് കട്ട് ചെയ്യാതെ മൊത്തം ഇതെവിടെയും നമുക്ക് പിന്നെ കട്ടിംഗ് ഒന്നുമില്ല, മൊത്തമായിട്ട് സ്ലാബ് ആണ്. അതിൻ്റെ സൈസ് നിങ്ങൾക്ക് അറിയാമല്ലോ, 240 240 സെൻറ്റിമീറ്റർ നീളം, 80 സെൻറ്റിമീറ്റർ വീതിയുള്ള സ്ലാബാണ് വരിക. നാനോ വൈറ്റ് ഫുൾ ബോഡി ടൈൽ തന്നെയാണത്. കാരണം ഇവിടെ നമ്മളൊരു ഇരിപ്പുണ്ടാക്കിയിട്ടുണ്ട്. ഇതും നമ്മൾ നാനോ വൈറ്റ് ആണ് ഇട്ടിട്ടുള്ളത്. അത് ഡബിൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഇത് സിറ്റ് ഔട്ടാണ്. സിറ്റ് ഔട്ടിൽ നമ്മളിത് ഫുൾ നമ്മൾ ഇട്ടിട്ടുള്ളത് വൈറ്റ് ടൈൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. നമ്മൾ ഫ്ലോറൊക്കെ നമ്മൾ പിന്നെ വൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ വേറെ എവിടെയും പല തരത്തിലുള്ള ടൈൽ നമ്മൾ എവിടെയും ഉപയോഗിച്ചിട്ടില്ല. അപ്പോൾ ഫുൾ നമ്മളെ ഫ്ലോറിങ്ങും നമ്മളെ ബാത്റൂമിൻ്റെ അകത്തൊരു വാളൊക്കെ നമ്മൾ ഈ വൈറ്റ് ടൈൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നമ്മൾ കയറി വരുന്ന ഒരു സ്ഥലത്തുള്ള ഒരു ചെറിയൊരു ഇരിപ്പിടാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മുകൾ ഭാഗത്തും നമ്മൾ നാനോ വൈറ്റാണ് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇതിനായിട്ട് റേറ്റ് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നമ്മൾ ഉപയോഗിച്ച ടൈലിനെ കുറിച്ച് പറയാം. ഇതാണ് നമ്മൾ ഉപയോഗിച്ച ടൈൽ. ഈ CRM എന്നൊരു പിന്നെ കമ്പനിയുടെ ടൈൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് പിന്നെ പ്രീമിയം ടൈലാണ്, പ്രീമിയം ക്വാളിറ്റി ടൈലാണ്, ഫസ്റ്റ് ക്വാളിറ്റി ടൈലാണ്. ഇതിൻ്റെ റേറ്റ് സ്ക്വയർ ഫീറ്റ് റേറ്റ് 43 രൂപയാണ് നമ്മുടെ നാട്ടിൽ. ഇങ്ങനെ പല കമ്പനികളുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് ഈ കമ്പനി ഞാൻ തിരഞ്ഞെടുത്തു എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതൊരു വിശ്വാസമാണ്. കാരണം എൻ്റെ ഒരു അടുത്ത റിലേറ്റീവ് പിന്നെ ഒരു പ്രമുഖ പിന്നെ ടൈൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവനോട് പോയി സംസാരിച്ചപ്പോൾ അവൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു ടൈൽ ഷോപ്പുണ്ട്. അപ്പോൾ അവർ തമ്മിൽ അത്ര കമ്പനിയാണ്. അപ്പോൾ അവർ തമ്മിൽ ചർച്ച ചെയ്തിട്ട് ഏറ്റവും കുറച്ച് നമ്മൾ പിന്നെ ഈ റേറ്റിൽ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ടൈലാണെന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ഈ ടൈൽ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വിരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ജോയിൻറ്റ് ഫ്രീ ആയിട്ടാണ് വിരിച്ചിട്ടുള്ളത്. നമ്മുടെ നിലമൊന്നും പിന്നെ നമ്മൾ അപ്പോക്സ് ഇട്ടിട്ടില്ല, ജോയിൻറ്റ് ഫ്രീ ആണ് ഇട്ടുള്ളത്. എവിടെയും ബെൻഡോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മൾ ടൈല് താഴെ നിലത്ത് മാത്രം നമ്മൾ ഗ്രൗട്ടിലാണ് നമ്മൾ ഒട്ടിച്ചിട്ടുള്ളത്. പിന്നെ നാനോ വൈറ്റ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ ഒരു
ഒരു ഫുഡ് കൗണ്ടർ ഉണ്ട് ഇവിടെ. ഒരു ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റ് നമുക്കുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ നാനോ വൈറ്റ് ഡബിൾ ഒട്ടിച്ചിട്ട് നമ്മൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് നമ്മൾ പിന്നെ ഓപ്പൺ കിച്ചണാണ്. ഈ ഓപ്പൺ കിച്ചണിൻ്റെ കൗണ്ടർ സ്ലാബുകൾ കൗണ്ടർ ടോപ്പ് നമ്മൾ നാനോ വൈറ്റ് പിന്നെ ഉപയോഗിച്ചിട്ടുള്ളത്. അതും ഡബിൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഫുൾ അങ്ങനത്തെ ലെങ്ത്തിൽ നമ്മൾ ഒരുമിച്ച് ഒട്ടിച്ചതാണ്. ഇവിടെയൊക്കെ നമ്മൾ ചെറിയ പീസ് ഒട്ടിക്കേണ്ടി വന്നു. അപ്പോൾ ഇത്രയും ഭാഗത്ത് നമ്മൾ നാനോ വൈറ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇവിടെ നമ്മളൊരു വാഷ് ബേസിൻ കൗണ്ടറും കൂടി ഉണ്ട് കേട്ടോ. വാഷ് ബേസിൻ കൗണ്ടർ ഈ ഭാഗത്താണുള്ളത്. ഇത് ഡൈനിങ് ഏരിയയാണ്. ഇവിടെ ഒരു വാഷ് ബേസിൻ കൗണ്ടർ, ഇതിൻ്റെ ടോപ്പും അതിൻ്റെ സൈഡിലും ഒക്കെ നമ്മൾ നാനോ വൈറ്റാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ ഇതൊക്കെ നമ്മൾ ഡൈനിങ് ചെയർസാണ്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതാണ്, GP പൈപ്പ് ഉണ്ടാക്കിയതാണ്. ഇതൊക്കെ എൻ്റെ വീഡിയോസൊക്കെ നമ്മളെ ചാനലുണ്ട്, താല്പര്യം കാണുക. പിന്നെ ഇത് നമ്മളൊരു കോർണർ സോഫയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ഉണ്ടാക്കിയതൊക്കെ ഞാൻ സ്വയം ഉണ്ടാക്കിയാണ്, വെൽഡ് ഉണ്ടാക്കിയാണ്. GP പൈപ്പ് ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമ്മൾ നാനോ വൈറ്റ് ഉപയോഗിച്ചപ്പോൾ നമുക്ക് ബാക്കി വന്ന ഒരു പീസ് നമ്മളൊരു ടീപ്പോയ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിൻ്റെ ടീപ്പോയിൻ്റെ ടോപ്പിൽ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമ്മളിതിപ്പോൾ കുറേ പിന്നെ സ്റ്റൂളുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കണം കേട്ടോ. അതാണ് നമ്മൾ പറഞ്ഞ വീട് പണിയിൽ ചിലവ് ചുരുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യം ചെയ്യാൻ പറ്റും. എന്തോ കാര്യങ്ങൾ ചെയ്തു ഇതൊക്കെ നമ്മളെ ചാനലുണ്ട്, താല്പര്യം പോയി കാണാം. പിന്നെ നമ്മളെ അലുമിനിയം ഫാബ്രിക്കേഷൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോസും ചിലവൊക്കെ വരുന്നുണ്ട്. നമ്മൾ താമസിയാതെ വരും. പിന്നെ നമ്മളിതിങ്ങനെ പുറത്ത് പോയി ഇങ്ങോട്ട് പുറത്തേക്ക് കടന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു വർക്ക് ഏരിയയാണ്. അപ്പോൾ വർക്ക് ഏരിയയിൽ നമ്മൾ പിന്നെ ഗ്രാനൈറ്റാണ് ടോപ്പായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ഭാഗം ഗ്രാനൈറ്റ് നമ്മളിട്ടുണ്ട്. പിന്നെ ഇവിടെ നമ്മൾ പുറത്തേക്ക് ഒരു ഏരിയ ഉണ്ട്. ഇവിടെ ഒരു ടൈൽ ഉപയോഗിച്ചിട്ടുണ്ട്, ഒരു പച്ച ടൈൽ കണ്ടല്ലോ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവിടെ പിന്നെ ചുമരുകൾ, പിന്നെ വർക്ക് ഏരിയേൻ്റെ ഈ ഒരു ഹൈറ്റിൽ, അതായത് 2.10 ഹൈറ്റിൽ നമ്മൾ ടൈല് പിന്നെ ഒട്ടിച്ചിട്ടുണ്ട്. ഇത് ഗമ്മാണ് ഒട്ടിച്ചിട്ടുള്ളത്. നമ്മൾ പിന്നെ വാൾ മൊത്തം നമ്മൾ ഗമ്മിലാണ് ഒട്ടിച്ചിട്ടുള്ളത്. അത് ബാത്റൂമിൻ്റെ വാള്, അത് പിന്നെ കിച്ചൻ്റെ വാളെല്ലാം നമ്മൾ ടൈല് ഒട്ടിച്ച ഫുൾ നമ്മൾ ഈ 4x2 ടൈൽ ഉപയോഗിച്ചിട്ടുള്ളത്. ഇവിടെ നമ്മൾ വെറൈറ്റി പലതരം ടൈലുകൾ ഇവിടെ ഉപയോഗിച്ചിട്ടില്ല, എല്ലാം വൈറ്റാണ്. നമുക്കൊരു വൈറ്റിനോട് താല്പര്യമുള്ളതുകൊണ്ട് നമ്മളെ ചുമരുകളൊക്കെ ബാത്റൂമിൻ്റെയും പിന്നെ കിച്ചൻ്റെ ഒക്കെ ചുമരുകൾ വൈറ്റ് ഫുൾ പിന്നെ ലെങ്ത്തിൽ, അതായത് 4x2 ടൈൽ തന്നെയാണ് ഒരുമിച്ച് ഒട്ടിച്ചിട്ടുള്ളത്. കാരണം അത്രയും ഗ്യാപ്പുകളൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഫുള്ളായിട്ട് ഒട്ടിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മളൊരു ഗ്രൗണ്ട് ഫ്ലോറാണ്. അപ്പോൾ ഇത്രയും നമ്മളൊരു പിന്നെ ഒരു ബെഡ്റൂമൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ പറയാനുള്ളത് ഈ നമ്മുടെ സ്റ്റെയർ കേസ് നമ്മൾ നാനോ വൈറ്റാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഒരു ചിലവ് കൂടുന്നതുകൊണ്ട് നമ്മൾ അത് മാറ്റി നമ്മൾ ടൈൽ തന്നെ ആക്കിയിട്ടുണ്ട്. അപ്പോൾ അതും എഡ്ജ് ഡബിൾ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ അങ്ങനെ മുകളിലേക്ക് നമ്മൾ ഇതൊക്കെ പിന്നെ ടൈൽ തന്നെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പിന്നെ നമ്മൾ സ്കേർട്ടിങ് നമ്മൾ സാധാരണ എല്ലാവരും ഒരു 10 സെൻറ്റിമീറ്റർ ഒന്നുമില്ല, സാധാരണ നമ്മളെ ഇതിലൊരു 8 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് നമ്മൾ സ്കേർട്ടിങ് കൊടുത്തിട്ടുള്ളത്. അതും വൈറ്റ് തന്നെയാണ്. അപ്പോൾ ഇതാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ എല്ലാ സ്ഥലത്തും നമ്മൾ പ്രത്യേകിച്ചൊരു വെറൈറ്റി പല കളറുകളൊന്നും നമ്മൾ എവിടെ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ ബാത്റൂമിൽ നിന്ന് കാണിച്ചു തരാം, എന്നിട്ട് നമുക്ക് അതിൻ്റെ ചെലവിലേക്ക് വരാം. ഇതാണ് നമ്മളെ ബാത്റൂം നമ്മൾ പറഞ്ഞ പോലെ എന്താണ്, നമ്മൾ 3 തരം ടൈൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ, 4 തരം ടൈല്. ഒന്ന് നമ്മൾ പറഞ്ഞ പോലെ ഈ വൈറ്റ് 4x2 ടൈല്. പിന്നെ നമ്മൾ ബാത്റൂമിൻ്റെ ഒക്കെ നിലം ഫ്ലോറ് നമ്മൾ 4x2ൻ്റെ പിന്നെ പച്ച, ഒരു ചാണക പച്ച എന്ന് പറയില്ല, ഒരു ഡാർക്ക് ഗ്രീനാണത്. ആ ഗ്രീനിലുള്ളൊരു ഗ്രിപ്പുള്ള, അതായത് പിന്നെ മാറ്റ് ഫിനിഷിലുള്ള ടൈലാണ് ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ തന്നെ ഒരു ഗ്ലോസി ഫിനിഷിങ്ങുള്ള ടൈൽ നമ്മൾ ഇതിൻ്റെ മുകൾ ഭാഗത്ത്, അതായത് ഒരു പിന്നെ ടൈലും മുകൾ ഭാഗത്തും നമ്മൾ കൊടുത്തിട്ടില്ല. ബാത്റൂം ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ഫുൾ ഹൈറ്റിൽ നമ്മൾ ബാത്റൂമിൻ്റെ മൊത്തം ഹൈറ്റിൽ നമ്മൾ ടൈൽ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എവിടെയും നമ്മൾ അധികം പീസ് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡാണ് പീസായിട്ട് കുറേ പിന്നെ ഡിസൈൻ ചെയ്യില്ല, അത് നമ്മൾ കൊടുത്തിട്ടില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അങ്ങനെ പീസ് ആക്കുമ്പോൾ കുറേ ഗ്യാപ്പുകൾ വരും. അവിടെയൊക്കെ നമ്മൾ കൃത്യമായിട്ട് അപ്പോക്സി ഒന്നും ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ പിന്നെ ചുമരിലേക്ക് വെള്ളം എത്താൻ ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ പുറം ചുമരൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മുടെ ബാത്റൂമുകളിൽ അങ്ങനത്തെ ഒരു പീസ് ഒടിച്ചിട്ടില്ല, ഫുൾ 4x2 ടൈലാണ് നമ്മൾ ചുമരിൽ ഒടിച്ചിട്ടുള്ളത്. അതുകൊണ്ട് പരമാവധി നമുക്ക് എന്ത് ചെയ്യാം, ജോയിൻറ്റ് കുറയ്ക്കാൻ പറ്റും. നമ്മളിവിടെ മാത്രം നമ്മൾ അപ്പോക്സി ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ 3 mm സ്പേസിൽ വെച്ചിട്ട് ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വർക്ക് നടക്കാനുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ടൈലിനെ കുറിച്ച് പറയാതെ. അപ്പോൾ നമ്മൾ എത്രയും ടൈൽ ഉപയോഗിച്ചുള്ളൂ, വെറൈറ്റി പലതരം വെറൈറ്റി ടൈൽ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. 2-3 തരം, ഇത് എല്ലാം 4x2 ടൈല്, വൈറ്റും ഗ്രീനും മാത്രം. പിന്നെ നമ്മൾ നാനോ വൈറ്റ്, പിന്നെ പോർച്ചുഗൽ ടൈല്, ഇത്രയും
പിന്നെ ടൈലുകൾ മാത്രമേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇനി നമുക്കിതിൻ്റെ ഒരു ചെലവിലേക്ക് വരാം. അപ്പോൾ പറഞ്ഞ ചെലവിലേക്ക് വരാം. അപ്പോൾ ഞാൻ കൃത്യമായിട്ട് കണക്കാണ് പറയുന്നത്. ഞാൻ കൃത്യമായിട്ട് എൻ്റെ ഡയറിയിൽ എല്ലാ കണക്കുകളും, എൻ്റെ വീട് പണി എല്ലാ കണക്കുകളും, പിന്നെ ഏറ്റവും ഒരു 10 രൂപയാണെങ്കിൽ പോലും അത് ഞാനതിൽ എഴുതി വയ്ക്കാറുണ്ട്. കൃത്യമായ കണക്കുകളാണ് നമ്മൾ പറയാൻ പോകുന്നത്, കൂട്ടിയോ കുറച്ചോ പറയല്ല. അപ്പോൾ ആദ്യമായിട്ട് നമ്മൾ ഉപയോഗിച്ച ടൈലിനെ കുറിച്ച് പറയാം. 4x2 ടൈല് മൊത്തമായിട്ട് പറയണം കേട്ടോ. ഗ്രീനും അതുപോലെ വൈറ്റ് ടൈലും, ഈ 2 ടൈൽ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. 4x2 ടൈല്, അതുപോലെ പോർച്ചിലെ ടൈല്. ഈ മൊത്തം ടൈലിന് വന്നത് ഏകദേശം നമുക്ക് വന്നിട്ടുള്ളത് പിന്നെ 1,41,497 രൂപയാണ് വന്നിട്ടുള്ളത്. 1,41,497 രൂപ. അതാണ് ടൈലിൻ്റെ റേറ്റ് വന്നിട്ടുള്ളത്. അത് നമ്മൾ ഏകദേശം നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു 212 ബോക്സ് ടൈല. ഒരു ബോക്സ് പറഞ്ഞാൽ 4x2 ബോക്സ് പറഞ്ഞാൽ 2 ടൈലാണ് വരിക. 7.75 സ്ക്വയർ ഫീറ്റാണ് ഒരു ടൈലിൻ്റെ ഏരിയ വരിക. അപ്പോൾ ഒരു ബോക്സ് പറയുമ്പോൾ 15.5 സ്ക്വയർ ഫീറ്റാണ് വരിക. നമ്മൾ 4x2 എന്ന് പറയുമെങ്കിലും അത്ര പിന്നെ 16 സ്ക്വയർ ഫീറ്റും കിട്ടില്ല, ഒരു 15.5 സ്ക്വയർ ഫീറ്റ് ഉണ്ടാവുള്ളത്. അപ്പോൾ ആ കണക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ കണക്ക് കൂടിയിട്ട് 43 രൂപ റേറ്റിലാണ് നമ്മൾ ടൈല് വാങ്ങിയിട്ടുള്ളത്. പിന്നെ നമ്മൾ പറഞ്ഞല്ലോ ഗമ്മിലാണ് നമ്മൾ ഇതിൻ്റെ വാളുകളൊക്കെ ഒട്ടിച്ചിട്ടുള്ളത്. അതായത് കിച്ചൻ്റെ വാളും ബാത്റൂമിൻ്റെ വാളൊക്കെ ഗമ്മിൽ ഒട്ടിച്ചിട്ടുള്ളത്. നല്ല ഗമ്മ ഉപയോഗിച്ചിട്ടുള്ളത്. സൊമാനീൻ്റെ ഒരു ഗമ്മ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ രാംകോൻ്റെ ഗമ്മ ഉപയോഗിച്ചിട്ടുണ്ട്. അത് 30 ബാഗ് ഗമ്മ നമുക്ക് ആവശ്യമായിട്ട് വന്നിട്ടുണ്ട്. അതിന് നല്ല ബോണ്ടിങ് ഉള്ള ഗമ്മ തന്നെയാണ്. കാരണം നമ്മളത് ടെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞല്ലോ നല്ല ക്വാളിറ്റിയുള്ള ഗമ്മനെ വാങ്ങിയിട്ടുള്ളത്. 30 ബാഗ് ഗമ്മ് വന്നിട്ടുണ്ട്. പിന്നെ പറഞ്ഞ നാനോ വൈറ്റ് സ്ലാബ് ഒരു 240-80 സൈസുള്ള നാനോ വൈറ്റ് സ്ലാബാണ് വരുന്നത്. അല്ലെങ്കിൽ ഫുൾ ബോഡി നമ്മൾ ടൈലാണ്, മറ്റേ ജനറേഷനിലുള്ള ടൈല്, പിന്നെ വില കൂടിയ നാനോ വൈറ്റ് അല്ല, നമ്മൾ ഫുൾ ബോഡി ടൈല് 15 mm 15 mm തിക്നെസ്സുള്ള ഫുൾ ബോഡി ടൈലാണ്. അപ്പോൾ നമുക്കൊരു 6 സ്ലാബ് നമുക്ക് വന്നിട്ടുണ്ട്. അത് നമ്മൾ കൃത്യമായിട്ട് അരച്ച് കൊടുത്തുകൊണ്ട് അധികം വേസ്റ്റ് ഒന്നും വന്നിട്ടില്ല. കൃത്യമായിട്ട് നമുക്കത് ഫുള്ളായിട്ട് ഉപയോഗിക്കാൻ പറ്റി. വളരെ കുറഞ്ഞ വേസ്റ്റേ വന്നിട്ടുള്ളൂ. അത് നമ്മൾ 6 സ്ലാബ് നമ്മൾ വാങ്ങിയിട്ടുണ്ട്. അതിന് നമുക്ക് ഏകദേശം വന്നിട്ടുള്ളത്, പിന്നെ ഏകദേശം അല്ല കൃത്യമായിട്ട് വന്നിട്ടുള്ളത്, അത് മോട്ടോ എന്ന കമ്പനീൻ്റെ സ്ലാബാണ് നമ്മൾ വാങ്ങിയിട്ടുള്ളത്. കമ്പനി അത്യാവശ്യം പിന്നെ ക്വാളിറ്റിയുള്ള പിന്നെ ബ്രാൻഡ് തന്നെയാണ്, കമ്പനി തന്നെയാണ് മോട്ടോ. അപ്പോൾ അതുകൊണ്ട് അതാണെല്ലാം പിന്നെ കിട്ടിയത്. നമ്മൾ നമ്മൾ തൊട്ടടുത്ത ഒരു ടൈൽ കമ്പനീൻ്റെ ഒരു വാർഷിക സെലിബ്രേഷനൊക്കെ ആയതുകൊണ്ട് നമുക്ക് 170 രൂപയ്ക്ക് 170 രൂപയ്ക്കാണ് നമുക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമുക്കത് 6 സ്ലാബിന് വന്നുള്ളത് പിന്നെ 21,720 രൂപ വന്നിട്ടുണ്ട്. 21,720 രൂപ വന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വന്നു. ഇത് മാത്രം ടൈല് മാത്രം പോരാ, നമുക്ക് ടൈല് ഉണ്ടെങ്കിൽ സിമെൻറ്റ് വേണം, പിന്നെ എംസാൻഡ് വേണം, ഒക്കെ വേണ്ടേ. അപ്പോൾ അതിൻ്റെ റേറ്റ് കൂടി പറയാം. നമുക്ക് സിമെൻറ്റായിട്ട് വന്നിട്ടുള്ളത്, സിമെൻറ്റ് നമ്മൾ പിന്നെ ഗ്രൗട്ടിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഒട്ടിക്കാനൊക്കെ സിമെൻറ്റ് പിന്നെ വാങ്ങിയിട്ടുണ്ട്. നമ്മൾ രാംകോ സിമെൻറ്റ് വാങ്ങിയിട്ടുള്ളത് 370 രൂപ റേറ്റ് വെച്ച് വാങ്ങിയിട്ട് 36 ബാഗ് വാങ്ങിയിട്ടുണ്ട്. 36 ബാഗാണ് നമുക്ക് മൊത്തമായിട്ട് വേണ്ടി വന്നത്. പിന്നെ അതിൻ്റെ പിന്നെ ഈ ഡബിൾ ഒട്ടിക്കാൻ സാധാരണ അറാൾഡേറ്റിൽ ഒട്ടിക്കാറുണ്ട്. പിന്നെ വേറെ പലതരം ഗം ഉപയോഗിക്കാൻ. അപ്പം വൈറ്റ് ആയതുകൊണ്ട് അതിൻ്റെ ഒരു മഞ്ഞക്കറിയും പാടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഗമ്മ് നമ്മൾ വാങ്ങിയിരുന്നു. അത് നമ്മൾ അതിന് സജസ്റ്റ് ചെയ്തിട്ട് അതൊരു MYക്ക് എന്തോ ഒരു കമ്പനി ഉണ്ട്. അത് 1,300 രൂപയാണ് 2 ബോട്ടിലായിട്ട് വരിക. അതിനോടുകൂടി മിക്സ് ചെയ്തിട്ട് ആണ് നമ്മൾ ഗമ്മ് പിന്നെ ഉപയോഗിക്കേണ്ടത്. അത് ഇതുവരെ പിന്നെ മഞ്ഞപ്പാടും കറിയൊന്നും വന്നിട്ടില്ല. അങ്ങനെ പിന്നെ വരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ ഗമ്മ് വാങ്ങിയിട്ടുള്ളത്. അതിന് 1,300 രൂപയാണ് ഒരു ബോട്ടിൽ വന്നിട്ടുള്ളത്. ആ ബോട്ടിൽ കൊണ്ട് നമുക്ക് കുറേ അധ്യാപി പറഞ്ഞ ഭാഗങ്ങളൊക്കെ നമുക്ക് ഡബിൾ ഒട്ടിക്കാൻ പറ്റിയിട്ടുണ്ട്. കുറച്ച് മതിയായി, നല്ല ബോണ്ടിങ് ആണ്. പിന്നെ അതിൽ പറഞ്ഞാൽ നമുക്ക് അറാൾഡേറ്റ് കുറച്ച് ഭാഗത്ത് നമ്മൾ അറാൾഡേറ്റ് ഉപയോഗിച്ച് ടൈൽ ഒട്ടിക്കാറുണ്ടല്ലോ, അത് ഒരു 3 ട്യൂബ് വന്നിട്ടുണ്ട്. ഒരു 840 രൂപ വന്നിട്ടുണ്ട് അതിന്. പിന്നെ ഇത്രയാണ് നമുക്ക് മെറ്റീരിയൽ കോസ്റ്റായിട്ട് വന്നിട്ടുള്ളത്, ഇത്രേ ഉള്ളൂ. പിന്നെ നമുക്കിതിൻ്റെ ലേബറാണ് പറയാനുള്ളത്. ലേബർ നമ്മൾ 2 വിധത്തിൽ ചെയ്യാൻ പറ്റും. കൂലിക്കും ചെയ്യാൻ പറ്റും, സ്കോർപ്പിയും ചെയ്യാം. നമ്മൾ കൂലിക്ക് അവിടെ ചെയ്ത് നമ്മൾ തൊട്ടടുത്തൊരു ഫ്രണ്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൂലിയാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്കൊരു 75,220 രൂപ കൂലി വന്നിട്ടുണ്ട്. അതൊരു കുറച്ച് കൂടുതലാണോ ചോദിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ വർക്ക് നീറ്റായിരുന്നു. പിന്നെ നമ്മൾ വിചാരിച്ച പോലെ പറഞ്ഞ പോലെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തൊട്ടടുത്ത ആൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്കത് ആ റേറ്റ് നമ്മൾ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. 75,220 രൂപ. അതാണ് ഇതിൻ്റെ ലേബർ കോസ്റ്റ് വന്നിട്ടുള്ളത്, 75,270 രൂപ. പിന്നെ നമുക്ക് ഈ എഡ്ജൊക്കെ പോളിഷ് ചെയ്യണമല്ലോ, നമ്മൾ
സ്റ്റെയർ കേസിൻ്റെ വെച്ച ടൈല് ഡബിൾ പിടിച്ചിട്ടുണ്ട്, അവിടെ പോളിഷ് ചെയ്യണം. നാനോ വൈറ്റ് ഡബിൾ പിടിച്ച് അവിടെ പോളിഷ് ചെയ്യണം. അപ്പോൾ അതൊരു ഹിന്ദിക്കാരൻ ചെയ്തതാണ്. അപ്പോൾ അതിൻ്റെ പോളിഷിനെ കുറിച്ച് റേറ്റൊക്കെ നമുക്ക് പല സ്ഥലത്തും പല പോലെ ആയിരിക്കും. നമുക്കൊരു 14,000 രൂപ പോളിഷിനായിട്ട് മാത്രം വന്നിട്ടുണ്ട് അതിന്. അപ്പോൾ ഇങ്ങനെയാണ് മൊത്തമായിട്ട് പിന്നെ റേറ്റ് വന്നിട്ടുള്ളത്. അപ്പോൾ പോളിഷിനെ കുറിച്ച് പറയുമ്പോൾ ഒരു അറിവിലേക്ക് പറയാം. ഈ പോളിഷ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റേറ്റ് പറയാം. നമുക്ക് നമ്മൾ ഫീറ്റിനാണ് ഒരു കണക്ക് കൂട്ടുക. നമ്മൾ ഈ നാനോ വൈറ്റ് ഡബിൾ ആണെങ്കിൽ പിന്നെ ഫീറ്റിന് 80 രൂപ ചാർജ്, 80 രൂപ. അത് സിംഗിൾ ആണെങ്കിൽ 40 രൂപയാണ്. പിന്നെ ടൈല് ഡബിൾ അടിച്ചിട്ടുണ്ടെങ്കിൽ അത് പോളിഷ് ചെയ്യണമെങ്കിൽ ഫീറ്റിന് ഒരു അടിക്ക് 50 രൂപയാണ്. പിന്നെ സിംഗിൾ അത് തന്നെ സിംഗിൾ പിന്നെ ടൈലാണെങ്കിൽ പോളിഷ് ചെയ്യണമെങ്കിൽ 25 രൂപ. പിന്നെ ഗ്രാനൈറ്റ് ആണെങ്കിൽ സിംഗിൾ കുറച്ച് അധികം ഫിനിഷിങ് ചെയ്യാതെ പിന്നെ വെറുതെ എഡ്ജൊക്കെ പിന്നെ പോളിഷ് ചെയ്യുകയാണെങ്കിൽ 30 രൂപ. അപ്പോൾ ഇതൊക്കെയാണ് പിന്നെ നമ്മളെ ചെയ്ത വീട്ടിലത്തെ ഹിന്ദിക്കാരൻ, ഒരു ബംഗാളിയാണ്, ഹിന്ദിക്കാരനാണ്. അപ്പോൾ അവരും അങ്ങനെയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഏകദേശം നോക്കുമ്പോൾ മൊത്തം കണക്ക് കൂട്ടുമ്പോൾ ഒരു 2,90,000 രൂപ, ഒരു 3 ലക്ഷത്തിൻ്റെ അടുത്ത്, 95 രൂപ, 2 ലക്ഷത്തി നമുക്ക് റൗണ്ട് ചെയ്ത് പറയുകയാണെങ്കിൽ 3 ലക്ഷം പറയാൻ വേണമെങ്കിൽ. അപ്പോൾ 3 ലക്ഷത്തിൻ്റെ അടുത്താണ് നമുക്ക് ഇതിൻ്റെ ടൈൽ പണിക്ക്, അതായത് 2,860, അതായത് 2,900 മൊത്തം നോക്കുകയാണെങ്കിൽ ഒരു വാളും എല്ലാവരും കൂടെ കുറേ ഒരു ഏരിയ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഫ്ലോർ ഏരിയ പറയുകയാണെങ്കിൽ അത്രേ ഉള്ളൂ. പക്ഷേ പിന്നെ വാളൊക്കെ കൂട്ടിയിട്ടല്ലോ. അപ്പോൾ ഇതൊക്കെ എല്ലാം കൂടി കൂട്ടുമ്പോൾ കുറച്ചധികം ഏരിയ ഉണ്ട്. പിന്നെ സ്കേർട്ടിങ്ങും പിന്നെ മാത്രമല്ല കുറച്ച് നമ്മൾ പിന്നെ ബെഡ്റൂമുകളൊക്കെ കുറേ പണി അധികം വരും. കാരണം നമ്മളെ ബെഡ്റൂമുകളിലൊക്കെ ഇൻബിൽറ്റ് കോട്ടുകളുണ്ട്. അപ്പോൾ അവിടെ കുറേ കട്ടിങ്ങും കുറേ പിന്നെ പണികൾ അധികം വന്നിട്ടുണ്ട്. സാധാരണ ഒരു റൂമിൻ്റെ ഒട്ടിക്കുന്ന പോലെ നമുക്ക് ഒട്ടിച്ച് പോകാൻ പറ്റില്ല, നമ്മൾ റൂമിൽ ഒട്ടിച്ചാൽ പോകാൻ പറ്റില്ല. അപ്പം അതിൻ്റെ ഉള്ളിൽ പല കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ പണി കുറച്ചധികം വന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെ പോയി നോക്കിയെങ്കിലും ഒരു 3 ലക്ഷം രൂപ വരും ഇങ്ങനത്തെ ഒരു വീട് ഈ ഒരു റേറ്റിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ. അപ്പോൾ ഇതാണ് എൻ്റെ വീടിൻ്റെ ടൈൽ വർക്കിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക, പറയാം. നമ്മൾ ഇപ്പോഴത്തെ ഈ റേറ്റ് നമുക്ക് ഈ കാലത്ത് ചെയ്യാൻ പറ്റും. ഇതിന് കുറച്ച് ചെയ്യുന്ന ആളുകൾക്ക് ഉണ്ടാവും കേട്ടോ, ചിലപ്പോൾ കൂടുതൽ ചെയ്യുന്ന ആളുകളുണ്ടാവും. അത് ഓരോ പിന്നെ സ്ഥലത്തിനും പിന്നെ ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ഇത്രയേ ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഈ റേറ്റുകളൊക്കെ നിങ്ങളെ വീട് പണിയിലേക്ക് ഒരു താരതമ്യം ചെയ്യാൻ നമുക്ക് ചിലപ്പോൾ ഉപകരിച്ചേക്കാം. ഞാൻ പിന്നെ ഇത്രയെ കുറിച്ച് പറയാനുള്ളൂ. നമുക്ക് ഇനിയും കുറേ വീഡിയോസ് വരാണ്ട് നമ്മൾ പല വർക്കുകളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ചിലവും കാര്യങ്ങളൊക്കെ കുറിച്ചുള്ള വീഡിയോസ് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ചിലവുകളാണ് നമ്മൾ വീട് പണിയിൽ എപ്പോഴും നമുക്ക് ഒരു മുൻകൂട്ടി കുറച്ച് ചിലവിനെ കുറിച്ച് കുറച്ച് ധാരണ ഉണ്ടാക്കാൻ ഇത്തരം വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് വിചാരിക്കണം. ഓക്കെ, അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.